ഡിസംബർ 16 വിശുദ്ധ അഡിലേഡിന്റെ തിരുനാളിൽ ആഗോള സഭ. അപ്പർ ബർഗണ്ടിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദിദ്വന്റെ മകളായിരുന്നു അഡിലേഡ്. അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രൊവിൻസിലെ ഹ്യൂഗ് രാജാവിന്റെ മകൻ ലോത്തയറിനെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന അവളുടെ മാതാപിതാക്കന്മാർ സന്ധി ചെയ്തിരുന്നു. യഥാസമയം ആ വിവാഹം നടന്നു. ഒരു കുട്ടിയും ജനിച്ചു. അസൂയാലുവായിരുന്ന എവ്രായിലെ ബെറങ്കാരിയൂസ് ലോത്തയറിന് വിഷം കൊടുത്തു കൊന്ന ശേഷം അഡിലേഡിനെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് രാജ്ഞി സന്നദ്ധയാകാത്തതിനാൽ അവളെ ബെറങ്കാരിയൂസ് ജയിലിൽ അടച്ചു. ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാനായി ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേർന്നിരുന്നു. അദ്ദേഹം അഡിലേഡ് രാജ്ഞിയെ സ്വതന്ത്രയാക്കി. 20 വയസ്സ് എളുപ്പമായിരുന്ന അവളെ അദ്ദേഹം വിവാഹം കഴിച്ചു. AD 162 ഓട്ടോ റോമായിൽ വെച്ച മകുടഭൂഷിതനായി. ഈ വിവാഹത്തിൽ 5 കുട്ടികളുണ്ടായി. AD 973 ഓട്ടോ അന്തരിച്ചു. മകൻ ഓട്ടോ ദിദ്വൻ രാജാവായി. മകനും മരുമകളും കൂടി ചേർന്ന് അഡിലേഡ് രാജ്ഞിയെ പുറത്താക്കി. രാജ്ഞി ക്ലൂണിയിലെ ആശ്രമ അധികാരികളുടെ മാധ്യസ്ഥം തേടുകയും അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഓട്ടോ ദിദിയൻ 98 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ തെയോഫിനോ റീജന്റായി ഭരണമേറ്റു. വീണ്ടും അഡിലേഡ് രാജ്ഞി ബഹിഷ്കരിക്കപ്പെട്ടു. ശേഷം അഡിലേഡ് രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ ആരംഭിച്ചു. സ്ട്രാസ്ബർഗ് മഠത്തിൽ വെച്ച് രാജ്ഞി ഈ ലോകത്തോട് അന്തിമയാത്ര പറഞ്ഞു. വിശുദ്ധ അഡിലേഡ്, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.